ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽസ് ഹട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേക്കാണ്. തയ്യാറാക്കുന്നത് മറ്റാരെയല്ല, സ്പെഷ്യൽ ഗസ്റ്റ് ആയ എന്റെ അമ്മച്ചന്റെ വൈഫാണ്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. സോ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ നമ്മൾ ഉപയോഗിക്കും എഗ്, ബട്ടർ, വാട്ടർ ആൻഡ് ഷുഗർ ദാറ്റ് ആർ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഫോർ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കും മൈദ, ചോക്കോ പൗഡർ, ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ. പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തിടാൻ വി വിൽ യൂസ് this choco chips and tutti frutti, and for little sugar and condense we'll use condensed milk. And for the essence I chose pineapple essence because that was my favorite. And for decoration I'll be using fresh cream and this Cadbury's chocolate because that comes in my budget. So first step, നമ്മൾ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് എല്ലാം ഇടും. 5 എണ്ണം. അപ്പം ഞാൻ എടുത്തത് 5 എണ്ണമാണ് ബിക്കോസ് ഞാൻ അത്ര എമൗണ്ടിൽ കേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് 5 മുട്ട നമ്മൾ ബീറ്റ് ചെയ്യും നന്നായിട്ട്. ആൻഡ് ഐ ആഡ് സം ബട്ടർ ഇൻ ഇറ്റ് ബിക്കോസ് ദാറ്റ് മേക്സ് മൈ കേക്ക് സ്പോഞ്ചി. So I'll add sugar. I'll add little by little. സോ ഇതിനകത്ത് ഞാൻ ഷുഗറും എഗ്ഗും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് ബട്ടർ, ഇത് ഞാൻ ഇതിനകത്ത് ഹാഫ് ക്യൂബ് ബട്ടർ ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചായിരുന്നു, അത് ഉപയോഗിക്കും. അതിട്ടിട്ട് നമ്മൾ കുറച്ച് ഇതിന് ഒരു 2 seconds ഞാനിത് ബീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് 6 to 7 ടീസ്പൂൺ വെള്ളം ഇടും. ചൂടുവെള്ളമാണ്, കുറച്ച് ചൂടാക്കി. ഇനി ഒരു 2 minutes അല്ലെങ്കിൽ 2 seconds ഞാൻ ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഈ ഗ്രാനുവൽസ് ഒക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് ബീറ്റ് ചെയ്യും. സോ ഇപ്പം നമ്മുടെ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. നമ്മളിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിനി എല്ലാം എടുത്ത് ഉപയോഗിക്കണം. സോ നമ്മളിനി ലിക്വിഡ് ഇൻഗ്രീഡിയൻറ്റിനകത്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മൈദയാണ്. ഞാൻ കുറച്ച് മൈദ ഇട്ടിട്ട് അത് പിന്നെ ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യും. സോ ദാറ്റ് ഗ്രാനുവൽസ് ഒന്നും ഇരിക്കാതിരിക്കാൻ, ലംപ് ഒന്നും ഇരിക്കാതിരിക്കാൻ. സോ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിനകത്ത് നമ്മൾ കോക്കോ പൗഡർ ആഡ് ചെയ്യും. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹാവ് സം ചോക്ലേറ്റ് ഫ്ലേവർ ഇൻ ഇറ്റ്, സോ ഐ വിൽ ജസ്റ്റ് ആഡ് സം കോക്കോ പൗഡർ. സോ ഞാനിതിനകത്ത് ചോക്ലേറ്റ് പൗഡർ ഇട്ടു. ഞാനിതിനകത്ത് കൂടുതലായിട്ട് ബിക്കോസ് ഐ ലൈക്ക് ഒത്തിരി ചോക്ലേറ്റ് ഇഷ്ടം. നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റ് വേണ്ട അത്രയും നിങ്ങൾക്കിടാം. ഇതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിടാം. ഇനി ഞാൻ നന്നായിട്ട് ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യും. ഒരു ലംസും ഇടാതെ നന്നായിട്ട് ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടും. കുറച്ച് 1 spoon സംതിങ്. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇടും. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പോഞ്ച് ആവാൻ വേണ്ടി മാത്രം കുറച്ച് ഇടും. ഞാനിത് വൈറ്റ് ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിനകത്തും കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടു. നമ്മൾ ബ്രൗൺ ബാറ്ററിനകത്ത് ഇട്ടതുപോലെ സെയിം എമൗണ്ടിൽ ഇട്ടു. ബിക്കോസ് ഐ വാണ്ടഡ് ടു മേക്ക് സം മിക്സ്ഡ് കേക്ക്. സോ ഞാനതിട്ട് നന്നായിട്ട് ഇപ്പം സ്പൂൺ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് വേറെ ഈ ബീറ്ററുടെ ആവശ്യമില്ലായിരിക്കും നമ്മൾക്ക്. ബിക്കോസ് വി ഹാവ് ജസ്റ്റ് പുട്ട് സം പൗഡർ ആൻഡ് സോഡ ഓൺ. സോ ഈ വൈറ്റ് ബാറ്ററിനകത്ത് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് അതിന് നന്നായിട്ട് ഒരു പ്രാവശ്യം മിക്സ് ചെയ്യും. നിങ്ങൾക്ക് ഒത്തിരി ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് നന്നായിട്ടിടാം. ഇനി ബ്രൗൺ ബാറ്ററിനകത്ത് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യും. ഇത്
ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ട് നന്നായിട്ട് കുറച്ച് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അത്ര ആയിരുന്നു വേണ്ടത്. ഇനി നമ്മൾ ഇതിനകത്ത് മുട്ടയുടെ ഒരു സ്മെൽ വരാതിരിക്കാൻ കുറച്ച് എസൻസ് ആഡ് ചെയ്യാം. ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത്. സോ വിൽ പുട്ട് 2 to 3 drops only, not much more than that. നമുക്ക് ബ്രൗൺ ബാറ്ററിനകത്ത് കുറച്ചിടാം. സോ നമ്മളുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഉണ്ടാക്കാം, ബേക്ക് ചെയ്യാം. ഇതിനകത്ത് ബാറ്റർ ഇടുന്ന മുമ്പേ ഞാൻ ഇതിനകത്ത് കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ഇട്ടാൽ നമുക്ക് കേക്ക് എടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. സോ ഐ ജസ്റ്റ് റബ് ദ ബട്ടർ അറൗണ്ട് ഓൾ ഓവർ ഇറ്റ്. So now I'll put one by one. I'll first put the coconut, the chocolate one, and then I'll put the simple batter because my mother-in-law, she wanted to have me that texture. ആ ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. സോ അത് ഞാൻ ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഇടാം. ചോക്ലേറ്റ് ബാറ്റർ ഞാൻ കുറച്ചിട്ടു. ഇനി ഞാൻ കുറച്ച് ഇതിനകത്ത് സിമ്പിൾ നമ്മളൊന്നും മിക്സ് ചെയ്യാത്ത ബാറ്റർ ഇടാം. അങ്ങനെ നമ്മൾക്ക് റിപ്പീറ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. നമുക്കിത് ഹാഫ് ഫിൽ ചെയ്യാം ബിക്കോസ് ഇത് പൊങ്ങി വരുമല്ലോ. സോ വിൽ ജസ്റ്റ് ഫിൽ ഇറ്റ് ഹാഫ്. സോ നമ്മൾക്കിനി ഇത് മൈക്രോവേവിനകത്ത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. സോ ഞാനിന്ന് ഇത് ഉണ്ടാക്കുന്ന വേൾപൂളിൻ്റെ ഒരു മൈക്രോവനകത്താണ്. സോ ഐ പുട്ട് ഇൻ DE1 ആൻഡ് സെർവ് ഇറ്റ് ഫോർ 10 minutes. സോ ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി മൈക്രോവേവിനകത്ത് വെക്കാൻ പോവാണ്. സോ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ DE. ഇറ്റ്സ് എൻ ഓട്ടോമാറ്റിക് മെത്തേഡ്. സോ ഐ ജസ്റ്റ് പുട്ട് ഫോർ ഡെസേർട്ട് DE1 and serve it for 10 minutes only. And I'll just put the start. ഇനി നമ്മൾക്ക് നോക്കാം നമ്മുടെ കേക്ക് ആയോ ഇല്ലയോ. 10 മിനിറ്റ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചു. ഇതായി. ഇനി ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പോവാണ്. സോ I thought of making it home. So I'll just whip it now nicely for like 10 to 15 minutes so that it all get fluffy and nice. സോ ഇനി ഞാൻ ഈ വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇടാം ഫോർ ഗെറ്റിംഗ് സം ഷുഗറി ടെക്സ്ചർ. കേക്കിന് വേണ്ടി ഉപയോഗിക്കുമല്ലോ, അപ്പോൾ സോ വി നീഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഷുഗർ ഇൻ ഇറ്റ്. ഞാൻ ഇനി ഇത് ബീറ്റ് ചെയ്യാൻ പോവാണ് നന്നായിട്ട്. ഒരു 10 to 15 minutes as I told, we'll beat it nicely till we get it all fluffy texture. So ഇനി ഇത് ബീറ്റ് ചെയ്യാം നമുക്ക്. So I'll just cut it and give it a little bit of shape because from the upside it's too much of fluffy. So I just wanted to have a like form like equal shape over there. So I'll just cut it a little bit. സോ ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കത്തെ ഒരു ലെയർ കട്ട് വെച്ച് ചെയ്താണ്. ഞാനിനി ഇത് 2 ലെയേഴ്സിലാക്കും. ഇത് ഞാനൊരു 5 seconds വെക്കും, 5 minutes. അത് കുറച്ച് തണുക്കാൻ വേണ്ടി. ഇത് ഒത്തിരി ചൂടാണ് ഇപ്പം. സോ അതുവരെ നമ്മൾക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് ഐ വിൽ ജസ്റ്റ് കീപ് ഇറ്റ് for 5 minutes and I'll just divide it into 2 parts so we can put whipping cream inside it and we can have like a കടയിൽ വാങ്ങിക്കുന്ന പോലെ കേക്ക് നമ്മൾക്കൊന്ന് ഉണ്ടാക്കി കഴിക്കാം. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. സോ I just put some sugar syrup in it. I already did that. So I'll just add some ഇനി വിപ്പിംഗ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു ലെയർ ഞാൻ വെച്ചിട്ട് ഇത് ഒരു പ്രാവശ്യം ഞാൻ ഫുള്ളി ജസ്റ്റ് little bit of whipping cream. I'll just cover it fully so that
ഓൾ ദ സ്പേസ് ദ സ്പോഞ്ച് കാ സ്പേസ് എല്ലാം മാറാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെച്ചിട്ട് 10 മിനിറ്റ് തന്നെ ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പം ഞാൻ ഈ സെക്കൻഡ് ലെയർ ഇതിന് മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. നൗ ഐ പുട്ട് ദ വിപ്പിംഗ് ക്രീം ഇൻ ഇറ്റ്. ആൻഡ് ഈ നമ്മുടെ ഹോൾസ് ഒക്കെ കാണുന്നില്ല ഇതിനകത്ത്, അത് നമ്മളൊന്ന് കവർ ചെയ്യാം. ഇത് കുറച്ച് ഒരു 10 minutes to 15 minutes ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. സോ ദാറ്റ് ഇറ്റ് ബിക്കം ലിറ്റിൽ കൂൾ ആൻഡ് ദ വിപ്പിംഗ് ക്രീം ഇൻ ഇറ്റ്. വിപ്പിംഗ് ക്രീം നമ്മൾ ഫുള്ളായിട്ട് അടിച്ചില്ല, ഹാഫായിട്ട് അടിച്ചിട്ടുള്ളൂ. ഇനി അത് ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി വിപ്പ് ചെയ്യണം. ഇനി ഇത് ഞാൻ 10 to 15 minutes ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തു, ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത ഗനാഷ്, ഇത് ലൈറ്റ് ബ്രൗൺ ചോക്ലേറ്റഡ് ആണ് ഇത് ഗനാഷ്. ഞാനിത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും പിന്നെ ഫ്രഷ് ക്രീമും ഇട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തതാണ്. സോ ഐ ജസ്റ്റ് പുട്ട് ഓവർ ഇറ്റ്. സോ ഇപ്പം നമ്മളിത് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തു ആഫ്റ്റർ 1 hour. സോ ഞാനിനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് വിത്ത് ചോക്ലേറ്റ് ചിപ്സ് ആൻഡ് എവറിഥിങ്. സോ ലെറ്റ്സ് ട്രൈ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കേക്കായി ഫ്രൂട്ടി ചോക്കോ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.